പാകിസ്ഥാനെ പവർ പ്ലേയിൽ വന്ന് 60 അടിക്കും 70 അടിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇപ്പോഴിതാ 4 വിക്കറ്റ് 4 പ്രധാനപ്പെട്ട നട്ടല് നിവർക്കുന്ന പാകിസ്ഥാന്റെ 4 വിക്കറ്റുകളെല്ലാം കൂടെ ഡഗ്ഔട്ടിൽ ചുരുട്ടിക്കൂട്ടി കെട്ടി നിൽക്കുന്ന ഇന്ത്യൻ ബൗളർമാരെ തന്നെ തല ഉയർത്തി ഗ്രൗണ്ടിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സ്പിന്നിന് മാത്രം അനുകൂലം 6 സ്പിന്നർമാർ വെച്ച് കളിച്ച പാകിസ്ഥാന്റെ മുന്നിലേക്ക് ഇതാ ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും ചേർന്ന് 3 വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നു. അക്സർ പട്ടേൽ 1 വിക്കറ്റും വീഴ്ത്തിയിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട സ്പിന്നർമാരായിരിക്കും ഈ മത്സരം ഭരിക്കാൻ പോകുന്നതെന്ന് പറയുന്നിടത്ത് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട 4 വിക്കറ്റുകളിലെ 3 പേസേഴ്സ് വീഴ്ത്തുന്ന കാഴ്ച. ആദ്യം തന്നെ പറയാം, കളി നിലവിൽ ഇന്ത്യയുടെ കൈപ്പിടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. 4 വിക്കറ്റുകൾ പാകിസ്ഥാൻ്റെ പവർ പ്ലേയിൽ തന്നെ നഷ്ടമാകുമ്പോഴേക്കും മൊമെൻറ്റം ഫുൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ്. അനുകൂലമാകുന്ന സാഹചര്യം ഇന്ത്യക്ക് മാത്രമാകുന്നു എന്ന് പറയേണ്ടി വരും. നിലവിൽ നോക്കിയാൽ സഹിബ്സാദ ഫർഹാൻ, പാകിസ്ഥാൻ്റെ ICC T20 ലോകകപ്പിലെ ഏറ്റവും ടോപ്പ് സ്കോറർ സഹിബ്സാദ ഫർഹാനെ 0 പുറത്താക്കാൻ സാധിക്കുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ പന്ത് റിങ്കു സിംഗിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നു. ഫർഹാൻ അത് അടിച്ചപ്പോൾ തന്നെ ഹാർദിക് പാണ്ഡ്യ നേരെ നോക്കുന്ന ഫർഹാൻ്റെ കണ്ണുകളിലേക്കാണ്. ഞാൻ നിന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഹാർദിക്കിൻ്റെ നോട്ടം. അവിടെ നിന്ന് വീഴുകയായിരുന്നു, അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു പാകിസ്ഥാൻ്റെ അധപതനം. പിന്നാലെ സൈം അയ്യൂബ് വന്ന ആദ്യത്തെ പന്തിൽ തന്നെ 6 അടിക്കുകയായിരുന്നു ബുംറയെ. രണ്ടാമത്തെ പന്തിൽ ബുംറ അതായി ലെഗ് ബിഫോർ വിക്കറ്റ് ആക്കിയിട്ട് സൈം അയ്യൂബിനെ തിരിച്ചയച്ചു. സൽമാൻ അഖ എന്ന ക്യാപ്റ്റൻ ഇന്നെ 3-ൽ 4 പന്തുകളിൽ നിന്ന് 4 റണ്ണ്, അതിലകത്ത് 1 4-ഉം. ബാബർ അസം ബിഗ് ബാഷ് ലീഗിലൊക്കെ പോയി സിഡ്നി സിക്സേഴ്സിനൊക്കെ വേണ്ടി കളിച്ച് അവിടെ നിന്ന് മുഴുവൻ കളിയാക്കൽ വാങ്ങിയിട്ട് തിരിച്ച് പാകിസ്ഥാൻ ജേഴ്സി അണിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം അതിനേക്കാൾ ആമയെഴുന്ന പോലെ തന്നെ കളിച്ചു. 7 പന്തുകളിൽ നിന്നും വെറും 5 റണ്ണ്, സ്ട്രൈക്ക് റേറ്റ് 71. നിലവിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് പാകിസ്ഥാന് വേണ്ടി നിലവിൽ 6.4 ഓവർ സമയത്താണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. 4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാൻ വെറും 43 റണ്ണുകൾ എടുത്തിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുന്ന രീതിയിൽ അവരുടെ വിക്കറ്റ് കീപ്പറായ ഉസ്മാൻ ഖാനാണ് നിലവിൽ കളിക്കുന്നത്. 21 പന്തിൽ നിന്നും 25 റണ്ണ്. നേരെ മറിച്ച് ഷതാബ് ഖാൻ അപ്പുറത്ത് സ്ട്രൈക്ക് 3 പന്തിൽ നിന്ന് 2 റണ്ണുമായിട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും പാകിസ്ഥാൻ വേറെ അത്ഭുതങ്ങൾ സംഭവിക്കണം. അതായത് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ പാകിസ്ഥാന് ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇന്ത്യ ഇത് വേറെ നിഷ്പ്രയാസം എടുത്തുകൊണ്ട് പോകും. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ 175 എന്നുള്ള ടോട്ടൽ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ പാകിസ്ഥാനുള്ളിൽ നെഞ്ചെടുപ്പ് കൂടി. കാരണം ഈ ഗ്രൗണ്ടിൽ, പ്രത്യേകിച്ച് പ്രേമദാസ സ്റ്റേഡിയത്തിൽ 175 ഒരു വലിയ ടോട്ടലാണ്. 160 180 ടോട്ടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 160ക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം ജയിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പ്രേമദാസ സ്റ്റേഡിയത്തിൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും 175 ഇന്ത്യ എടുത്തു കഴിഞ്ഞു, താങ്ക്സ് ടു ഇഷാൻ കിഷൻ. അപ്പോൾ എത്തിയപ്പോഴേക്കും പാകിസ്ഥാൻ പിന്നീട് പെടപെടപ്പായി. കാരണം തുടക്കത്തിലെ ആക്രമിച്ച് കളിക്കണം, പവർ പ്ലേ ഉപയോഗിക്കണമെന്നായിരുന്നു പാകിസ്ഥാൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു തോട്ട്. പക്ഷെ അത് ജസ്പ്രീത് ബുംറയും ഹാർദിക്കും അക്സറും കൂടി ചേർന്ന് തോണ്ടിയെടുക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. വെറും പവർ പ്ലേയിൽ 38 റണ്ണ്, വെറും 4 വിക്കറ്റ് പോയി 38 റണ്ണ് മാത്രം എടുത്തിട്ട്. അപ്പോൾ അതോടെ പാകിസ്ഥാൻ്റെ കട്ടയും പടം ഇളകി. ഇനി ഏകദേശം 78 പന്തുകളിൽ നിന്ന് 179 റണ്ണ് വേണം. T20 ക്രിക്കറ്റിൽ ഇത് ഗെറ്റബിൾ സ്കോറാണ്. ടു ബി വെരി ഓണസ്റ്റ്, ഇത് അടിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 13 ഓവറിൽ 130, 10 റൺസ് പെർ ഓവർ ഗെറ്റബിൾ ടോട്ടൽ. പക്ഷേ ഗ്രൗണ്ട് ഇതാണ്, ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. 2 സൈഡിൽ 70 മീറ്ററോളം നീണ്ടു നിൽക്കുന്ന ബൗണ്ടറി ഉണ്ട്. അതെത്തിപ്പെടാൻ പാകിസ്ഥാൻ നല്ലോണം വേർക്കണം. ഒരു ഭയങ്കരമായ മാജിക്കൽ ഇന്നിങ്സ് സംഭവിച്ചാൽ മാത്രമേ ഇതൊരു റിവേഴ്സ് അടിക്കാൻ പറ്റൂ. നിലവിൽ അപ്പർ ഹാൻഡ് ഇന്ത്യക്കാണ്. വെറും അപ്പർ ഹാൻഡ് അല്ല, വലിയ അപ്പർ ഹാൻഡ് ഇന്ത്യക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഈ മത്സരം പുല്ലുപോലെ ഇന്ത്യക്ക് ജയിച്ചുകൊണ്ടെടുക്കാൻ പറ്റും. പക്ഷേ ഒരു മാജിക്കൽ ഇന്നിങ്സ് പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു ബാറ്ററിൽ നിന്ന് സംഭവിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങൾ കീഴ്മേലും അറിയാം. അതുകൊണ്ട് ഓവർ കോൺഫിഡൻ്റ് ആവുന്നില്ല. ബട്ട് നിലവിലത്തെ സാഹചര്യ പ്രകാരം ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ടൊരു കാര്യം പറയാം, ഇന്ത്യയുടെ കൈപ്പിടിയിൽ തന്നെയാണ് മത്സരം നിൽക്കുന്നത് എന്നത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.